ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ മസാല റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ മസാലയാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ചിക്കൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായിട്ട് കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 10-12 ചുവന്നുള്ളിയും 5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 കഷ്ണം പട്ടയും 3 ഏലക്കായും 4 ഗ്രാമ്പൂവും കൂടിയിട്ട് നമുക്കിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം പൊടിച്ചെടുത്തതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ല് മാറി നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതാണ്. അപ്പോൾ സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്നു തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, തക്കാളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയിൽ ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റോളം അടച്ചു വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ നിന്ന് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെയും റൈസിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഇനിയും കാണാം. താങ്ക്